ഹലോ കുട്ടികളെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പുസ്തകം കഴിഞ്ഞു. രണ്ടാമത്തെ പുസ്തകമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഇക്കായി 3 വരെ ആദ്യത്തെ പുസ്തകത്തിൽ കവർ ചെയ്തു. ഇവിടെ ഇക്കായി 4 അതിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹവ ഓർ ധൂൽ എന്ന കവിതയാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇക്കായി 4 സഫർ ഹെ ജിന്ദഗി. സഫർ ഹെ യാത്രയാണ്. ജിന്ദഗി ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ്. അപ്പൊ ജീവിത യാത്രകളാണ് ഈ ഇക്കായി 4. അതിലെ ആദ്യത്തെ ചാപ്റ്റർ ഹവ ഓർ ധൂൽ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി. കാറ്റും പൊടിപടലങ്ങളും, അതാണ് ഹവ ഓർ ധൂൽ. ഇത് എഴുതിയിരിക്കുന്നത് ശ്യാം സുശീൽ സിംഗ്. അപ്പൊ നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. ഹവാ ധൂൽ കോ ഛേഡ് കെ ബാഗി, സോത്തി ധൂൽ അചാനക് ജാഗി. ഉടി ഹവാ കെ പീछे പീछे, ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ. ഇവിടെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ എങ്ങനെയാണ് സ്നേഹത്തോടെ കളിക്കുന്നത്, അതുപോലെ കാറ്റിനെയും പൊടിപടലങ്ങളെയും സുഹൃത്തുക്കളെ പോലെയാണ് വിവരിച്ചിരിക്കുന്നത്. ഹവ ധൂൽ കോ കാറ്റ് പൊടിപടലങ്ങളെ, ഛേഡ് കെ ബാഗി കളിയാക്കിക്കൊണ്ട് ഓടി. സോത്തി ധൂൽ ഉറങ്ങുകയായിരുന്ന പൊടി, അചാനക് പെട്ടെന്ന്, ജാഗി എഴുന്നേറ്റു. ഉടി ഹവാക്കെ പീച്ചെ പീച്ചെ, എന്നിട്ടോ ഉടി എന്ന് പറഞ്ഞാൽ പറന്നു പൊങ്ങി. ഹവാക്കെ പീച്ചെ പീച്ചെ കാറ്റിന്റെ പിന്നാലെ, പീച്ചെ പീച്ചെ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ. ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ, അങ്ങനെ ഓടുന്നതിനിടയിൽ ഹവാ ഹോ ഗയി കാറ്റ്, ധൂൽ കെ നീച്ചെ പൊടിപടലങ്ങളുടെ അടിയിലേക്ക് പോയി. ഇപ്പൊ എന്താ പറയുന്നത്? കാറ്റ് പൊടിപടലങ്ങളെ കളിയാക്കിക്കൊണ്ടോടി. ഉറങ്ങുകയായിരുന്ന പൊടിപടലങ്ങളോ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. എന്നിട്ട് കാറ്റിന്റെ പിന്നാലെ പറന്നു. എന്നാൽ ആ സമയത്ത് കാറ്റ് വേഗം പൊടിപടലങ്ങളുടെ അടിയിലേക്ക് പോയി, നീച്ചെ. ധൂൽ ഗോജ്തി ആംഗെ മീച്ചെ, ദായെ ബായെ ആകെ പീച്ചെ. ഹവാ ചൽ രഹി സാസേ ഖീച്ചെ, നീച്ചെ നീച്ചെ ധൂൽ കെ നീച്ചെ. അപ്പോ പൊടിപടലങ്ങൾ കാറ്റിന്റെ പിന്നാലെ ഓടിയിരിക്കുകയാണ് കാറ്റിനെ കണ്ടുപിടിക്കാൻ, അല്ലേ? പക്ഷെ കാറ്റ് എവിടെ പോയി? പൊടിയുടെ അടിയിലേക്ക് പോയി. അപ്പൊ പൊടിപടലങ്ങൾക്ക് കാറ്റിനെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ കാണാത്തത് കൊണ്ട് ധൂൽ ഗോച്തി ആംഗെ മീച്ചെ, കണ്ണുകളൊക്കെ തിരുമ്മിക്കൊണ്ട് തപ്പുകയാണ് കാറ്റിനെ. ദായേ ബായേ ആകെ പീച്ചെ, ദായേ ബായേ എന്ന് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ആകെ പീച്ചെ മുന്നിലും പിന്നിലും. അപ്പൊ മുന്നിലും പിന്നിലും ഇടതും വലതും ഒക്കെ കാറ്റിനെ തപ്പി പൊടി പോവുകയാണ്. ദായേ എന്ന് പറഞ്ഞാൽ റൈറ്റ്, ബായ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്. ഹവ ചൽ രഹി സാസേ ഖീച്ചേ, എന്നാൽ ഹവ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? സാസേ ഖീച്ചേ, ശ്വാസം അടക്കി പിടിച്ചിട്ട്. പൊടിപടലങ്ങൾ കാണാതിരിക്കണം, അതിനുവേണ്ടി ശ്വാസം അടക്കി പിടിച്ചാണ് കാറ്റ് സഞ്ചരിക്കുന്നത്. നീച്ചെ നീച്ചെ, താഴെ താഴെ, ധൂൽ കെ നീച്ചെ, പൊടിപടലങ്ങളുടെ ഏറ്റവും അടിയിലാണ് കാറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലഗാ ധൂൽ കോ കുച്ച് ഹെ ഗഡ്ബഡ്, ധൂൽ धप से नीचे आई. धूल की आंख में धूल जोकर हवा हो गई हवा हवाई. അപ്പൊ കുറച്ച് സമയമായിട്ടും കാറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോ ലഗാ ധൂൽ കോ, പൊടിക്ക് തോന്നി, കുച്ച് ഹെ ഗഡ്ബഡ്, എന്തോ ഒരു ഗഡബഡ്, പ്രശ്നമുണ്ട്. ധൂൽ ധപ് സെ നീച്ചെ ആയി. ധൂല് ധപ് സെ പെട്ടെന്ന്, നീച്ചെ ആയി പൊടി പെട്ടെന്ന് താഴേക്ക് വന്നു. ധൂൽ കി ആങ്ക് മേ, പൊടിയുടെ കണ്ണില്, ധൂൽ ജോക്കർ, പൊടിയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്, ഹവാ ഹോ ഗയി ഹവാ ഹവായി, ഹവ അവിടുന്ന് അപ്രത്യക്ഷമായി പോയി, കാറ്റ് പറന്ന് പോയി. ആലാപ് കരേ. അപ്പൊ എല്ലാരും കൂടെ ഒന്നുകൂടി പാടി നോക്കിയേ ഈ പാട്ട്. ഹവാ ധൂൽ കോ ഛേഡ് കെ ഭാഗി, സോത്തി ധൂൽ അചാനക് ജാഗി. ഉടി ഹവാ के पीछे पीछे, हवा हो गई धूल के नीचे. धूल घोंचती आंखें मीचे,
दाएं बाएं आगे पीछे हवा चल रही सांसें खींचे नीचे नीचे धूल के नीचे लगा धूल को कुछ है गड़बड़ धूप धप से नीचे आई धूल की आंख में धूल झोंकर हवा हो गई हवा हवाई അപ്പൊ എല്ലാരും സ്വന്തമായിട്ട് തന്നെ ഈ കവിത വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്കിതിന്റെ എക്സസൈസിലേക്ക് പോകാം. धूल के बदले ഘടാ जोड़कर കവിത ലിഖേ. ഇവിടെ ഒരു കവിതയുടെ ഭാഗം തന്നിരിക്കുകയാണ്. हवा धूल को छेड़ के भागी सोती धूल अचानक भागी उड़ी हवा के पीछे पीछे हवा हो गई धूल के नीचे. എന്താ പറഞ്ഞിരുന്നത്? ഈ കവിതയിൽ ധൂൽ എന്ന വാക്കിന് പകരം പൊടിപടലങ്ങൾ എന്ന വാക്കിന് പകരം ഘട എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ കൂട്ടമാണ്. ആ ഒരു വാക്കിട്ട് ഈ കവിതയെ വീണ്ടും എഴുതാമോ എന്നാ ചോദിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം. ഈ കവിതയിൽ എല്ലാ സ്ഥലത്തും എവിടെയൊക്കെയാണോ ധൂൽ ഉണ്ടായിരുന്നത് അവിടെ ഘട എന്ന് എഴുതി. നീ ഇതൊന്ന് വായിച്ചു നോക്കിയേ. हवा घटा को छेड़ के भागी सोती घड़ा अचानक भागी उड़ी हवा के पीछे पीछे हवा हो गई घड़ा के नीचे. ഇതിന്റെ അർത്ഥം നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കിയേ. അടുത്തത് ഉചിത് ജോഡെ ചുൻകർ ലിഖേ. കറക്റ്റ് ആയിട്ടുള്ള ജോഡി കണ്ടുപിടിച്ച് എഴുതുക. ഹവാ ധൂലുകോ ബാക്കി എന്തായിരുന്നു? ഛേഡ് കെ ഭാഗി. സോത്തി ധൂൽ ഉറങ്ങുന്ന പൊടി അചാനക് ജാഗി പെട്ടെന്ന് എണീച്ചു. ഉടി ഹവാക്കെ പറന്നു കാറ്റിന്റെ പീച്ചെ പീച്ചെ ഹവാ ഹോ ഗയി കാറ്റ് എവിടെ പോയി? ധൂൽക്ക് നീച്ചെ പൊടിയുടെ താഴെ. നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയാം കവിത സെ ചുൻകർ ലിഖേ. ഇവിടെ ഓരോ വരിയായിട്ട് അർത്ഥം തന്നിട്ടുണ്ട്. ആ അർത്ഥം വരുന്ന കവിതയിലെ വരി നിങ്ങൾ ഇവിടെ എഴുതണം. ആദ്യം തന്നെ ധൂൽ ആങ്കെ ബന്ദ് കർ ഘോസ്തി ഥി. പൊടി കണ്ണടച്ചിട്ട് തിരുമ്മുകയായിരുന്നു, തപ്പുകയായിരുന്നു കാറ്റിനെ. ഘോഷന എന്ന് പറഞ്ഞ തപ്പുക, കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏതാണ് ആ വരി? धूल गोजती आगे मीचे वह आगे पीछे और दाएं बाएं घोषती रही. അത് അതായത് പൊടി ഇടതും വലതും പിന്നെ മുന്നിലും പിന്നിലും ഒക്കെ ഘോഷ്തി രഹി തപ്പിക്കൊണ്ടേയിരുന്നു കാറ്റിനെ. ഏതാണ് ആ വരി? ദായേ ബായേ ആകെ പീച്ചെ ഹവാ സാസേ ഖീച്ച് കർ ചൽ രഹി ഥി. കാറ്റ് ശ്വാസം പിടിച്ചു വെച്ചിട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഹവാ ചൽ രഹി സാസേ ഖീച്ചെ ഹവാ ധൂപ് കെ നീച്ചെ ചൽ രഹി ഥി. കാറ്റ് പൊടിയുടെ അടിയിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. നീച്ചെ നീച്ചെ ധൂൽ കെ നീച്ചെ. അപ്പൊ ഈ വരികള് ചാപ്റ്ററിൽ നിന്ന് കണ്ടുപിടിച്ച് ഇവിടെയായിട്ട് എഴുതുക. സഹി വാക്യ പർ ടിക് ലഗായേ. ഹവാ കെ ആനെ പർ കാറ്റ് വരുന്ന സമയത്ത് ധൂൽ ഉഡ് ജായേഗി. കാറ്റ് പറന്നു പൊങ്ങും, ശരിയാണ്. പത്തേ ഗിർ ജായേഗി. ഇലകള് താഴേക്ക് വീഴും, ശരിയാണ്. അടുത്തത് വർഷ ആ ജായേഗി. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും കാറ്റ് വരുന്ന സമയത്ത് മഴ പെയ്യണമെന്നില്ല. എന്നാൽ മഴ പെയ്യുന്ന സമയത്ത് കാറ്റ് വരും. അതുപോലെ അന്ധേര ചാ ജായേഗ. കാറ്റടിക്കുന്ന സമയത്ത് എപ്പോഴും ഇരുട്ടാവോ? ഇല്ല അല്ലെ. അപ്പോ ഇത് ഒരു 50-50 ആയിട്ട് സംഭവിക്കാം. ഇത് രണ്ടും ആദ്യത്തെ രണ്ട് കാര്യങ്ങളും എന്തായാലും സംഭവിക്കും. അപ്പോ ഈ ചാപ്റ്ററിലുള്ള ഓരോ വാക്കുകളുടെ അർത്ഥവും ഈ ചാപ്റ്ററിന്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഈ കവിത വായിക്കുന്ന സമയത്ത് അവിടെ നോക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതിൽ എഴുതി വെച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പാഠം വായിക്കുക, മനസ്സിലാക്കുക, അറിയാത്ത അർത്ഥം ബാക്കിൽ പോയി നോക്കുക, തിരിച്ചു വരിക, വീണ്ടും മനസ്സിലാക്കുക. പിന്നെ നമുക്കൊന്ന് നോക്കാം. സഫർ ഹേ ജിന്ദഗി. യാത്രയാണ് ജീവിതം. ഹവ കാറ്റ്, ധൂൽ പൊടി, ചേടക്ക് ഭാഗി കളിയാക്കി ഓടിപ്പോയി, സോത്തി ഉറങ്ങുന്ന, അചാനക് പെട്ടെന്ന്, ജാഗി ഉണർന്നു,
ഉടി പറന്നു, പീച്ചെ പീച്ചെ പിന്നാലെ, കെ നീച്ചെ താഴെ, ഗോജ്തി തെരയുന്നു, ആങ്കെ മീച്ചെ കണ്ണുകൾ അടച്ച്, ദായേ വലത്, ബായേ ഇടത്, ആകെ പീച്ചെ മുന്നോട്ടും പിന്നോട്ടും, ഹവാ ചൽ രഹി കാറ്റ് വീശുന്നു, സാസേ ഖീച്ചെ ശ്വാസം അടക്കി ശ്വാസം പിടിച്ച്, ലഗാ തോന്നി, ഗഡബഡ് കുഴപ്പം, ധപ്സെ പെട്ടെന്ന്, നീച്ചെ ആയേ താഴെ ഇറങ്ങി, ധൂൽ ചോക്കർ കണ്ണിൽ പൊടിയിട്ട്, ഹവാ ഹവായി അപ്രത്യക്ഷമായി. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് കവിതയും അതിന്റെ അർത്ഥവും ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.